തോട്ടം മേഖലയിലെ ലഹരി മാഫിയയുടെ വിളയാട്ടത്തിന് അറുതി വരുത്തുവാൻ പോലീസും എക്സൈസും ശക്തമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് വാഗമൺ ലയൺസ് ക്ലബ്ബ് രംഗത്ത്. വിദ്യാർത്ഥികളെയും യുവതലമുറയെയും കാർന്നു തിന്നുന്ന ലഹരി മാഫിയയെ തോട്ടം മേഖലയിൽ നിന്ന് തുടച്ചു നീക്കണമെന്ന് വാഗമൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് മാത്യു ജോൺ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തോട്ടം മേഖലയിലെ ലഹരി മാഫിയയുടെ അതിപ്രസരം അവസാനിപ്പിക്കുവാൻ അധികാരികൾ ശ്രദ്ധിക്കണമെന്ന് വാഗമൺ ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് ലയൺ മാത്യു ജോൺ ആവശ്യപ്പെട്ടു. വിദ്യാർത്ഥികളും യുവതലമുറയും ലഹരി മാഫിയയുടെ വലയിലാണ്. ലഹരി വിരുദ്ധ പോരാട്ടത്തിനായി വിപുലമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ലയൺസ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുമെന്ന് ലയൺ മാത്യു ജോൺ പറഞ്ഞു. വർദ്ധിച്ചുവരുന്ന ലഹരി വ്യാപനത്തിന്റെ അവസ്ഥയ്ക്കെതിരെ ലയൺസ് ക്ലബ് ഓഫ് വാഗമണിന്റെ ആദ്യ പ്രതികരണം എന്ന നിലയിലാണ് ഇവിടെ സംഘടനയുടെ ക്ലബിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ രാധാകൃഷ്ണൻ, IPP ശ്രീ PJ റീസ, ഞങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടിയ ലയൺസ് ക്ലബിൻ്റെ യോഗങ്ങളിൽ ലഹരിയുടെ അതിവ്യാപനത്തെക്കുറിച്ച് അതിഗഹനമായ ഒരു ചർച്ച നടത്തുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഞങ്ങളൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുകയും ചെയ്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ കണ്ടൊരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിങ്ങളേവരും ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ചെറിയ ഗ്രാമങ്ങൾ കൈവയ്ക്കുന്നവർ പോലും ഈ നമ്മുടെ വ്യവസ്ഥിതിയുടെ ഭാഗമായി ജാമ്യം കിട്ടുന്ന സാഹചര്യങ്ങളിലൂടെ വ്യാപനം നടത്തുന്ന വ്യാപാര ശൃംഖല, ഇവയെല്ലാം തടുക്കുവാൻ ബോധവൽക്കരണം ആവശ്യമാണ്. രാജ്യത്തിന്റെ നിലയിൽ കേന്ദ്ര ഗവൺമെന്റ് ആവശ്യമായ ഭേദഗതികൾ ചെറിയ ഗ്രാം കൈവയ്ക്കുന്നവർക്കെതിരെ ആവശ്യമായ ശിക്ഷാ നടപടികൾ എടുക്കുവാൻ ഉള്ള സാഹചര്യവും ഒരുക്കാനുള്ള ഒരു സംവിധാനം അതിവിദൂര ഭാവിയിൽ തന്നെ അടിയന്തരമായി കൈക്കൊള്ളേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് ഇത് വലിയ തോതിൽ കേരളത്തിലേക്ക് എത്തപ്പെടുന്ന ഒരു മേഖല തമിഴ്നാട്, കമ്പംതേനി എന്നീ സ്ഥലങ്ങളിലൂടെ ഓടി വഴി നമ്മുടെ ഈരുവയുടെ താലൂക്കിലേക്ക് എത്തപ്പെടുന്നു. വിവിധ സ്കൂളുകൾ, കോളേജുകൾ, മറ്റിതര സ്ഥാപനങ്ങളിലേക്ക് ഇതിൻ്റെ അതിവ്യാപനം വലിയ തോതിൽ എത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അറിയപ്പെടുന്നതും അറിയപ്പെടാത്തതുമായ ഒരുപാട് കേസസ് സമൂഹത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. വളരെ വിരളമായിട്ടുള്ള സാഹചര്യങ്ങൾ മാത്രമാണ് പത്രമാധ്യമങ്ങളിലൂടെ നമ്മൾ അറിയപ്പെടുന്നത്. അതിലും വലിയ ശോചനീയ അവസ്ഥയാണ് അറിയപ്പെടാത്ത സാഹചര്യങ്ങൾ. വീടുകളിലുണ്ടായിരിക്കുന്ന കുടുംബ തകർച്ചയുടെ അവസ്ഥകൾ, കുട്ടികളുണ്ടാകുന്ന മാനസികാവസ്ഥകൾ, മറ്റ് ഒരു സമൂഹത്തിൽ ഒരിക്കലും പാടില്ലാത്ത വിധം സംജാതമാകുന്ന വീട്ടിലെ അവസ്ഥകളൊന്നും നാം ഒരിക്കലും വിസ്മരിക്കാൻ പാടില്ലാത്തതാണ്. ആയതിനാൽ ലയൺസ് ക്ലബ് ഓഫ് വാഗമൺ മറ്റ് ഇതര സാമൂഹിക സംഘടനകളും ചേർന്ന്, പൊളിറ്റിക്കൽ പാർട്ടീസ്, മറ്റ് സ്റ്റുഡൻസ് യൂണിയൻ എല്ലാവരും ചേർന്ന് വരും ദിവസങ്ങളിൽ ഒരു ബോധവൽക്കരണ ക്യാമ്പുകൾ നടത്താനുള്ള ഒരു ശ്രമത്തിലാണ് ലയൺസ് ക്ലബ് ഓഫ് വാഗമൺ. അതിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വേണ്ട നിയമ ഭേദഗതികൾ വരുത്തി ലഹരി ഇടപാടുകളിൽ പങ്കാളികളാവുന്നവർക്ക് കഠിനമായ ശിക്ഷ ഉറപ്പാക്കണം. ഏലപ്പാറയിലും പീരിമേട്ടിലും തോട്ടമേഖല കേന്ദ്രീകരിച്ച് ലഹരി മാഫിയയുടെ വിളയാട്ടം നാളുകളായി തുടരുകയാണ്. പോലീസിൻ്റെയും എക്സൈസിൻ്റെയും ഭാഗത്തു നിന്ന് നിരവധി പരിശോധനകൾ അടക്കം ഉണ്ടാകുകയും ചില ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ പൂർണ്ണമായും ഇത് തടയുവാൻ കഴിയുന്നില്ല. തോട്ടം മേഖലയുടെ ഉൾപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയ സജീവമാകുന്നത്. പ്രദേശത്ത് ഉള്ളവരും ഇവിടെ നിന്ന് പുറത്തുള്ള മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെയുള്ള യുവാക്കളാണ് എത്തി ലഹരി ഉപയോഗിക്കുന്നത്. യുവതലമുറയെ കാർന്നു തിന്നുന്ന ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും യുവാക്കളെ രക്ഷിക്കുവാൻ ബന്ധപ്പെട്ടവർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ലയൺസ് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ലയൺസ് ക്ലബ്ബ് IPP ലയൺ PJ റജി, ഫാസ്റ്റ് വൈസ് പ്രസിഡന്റ് ലയൺ KN രാധാകൃഷ്ണൻ, സെക്രട്ടറി ലയൺ അജിത് T, ട്രഷറർ ലയൺ ജിൽസ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഏലപ്പാറ.